എസ് നേത അവസാനമായി വേലിക്കകത്തെ വീട്ടിലേക്ക് മകൻ അരുൺകുമാർ മുന്നിൽ അച്ഛനെ വിളിച്ചിരിക്കുന്നു. മറ്റു നേതാക്കൾ തങ്ങളുടെ പ്രിയ നേതാവിനെ തോളിലേറ്റുകയാണ്. റെഡ് വോളണ്ടിയേഴ്സ് വീട്ടിലേക്ക് വേലിക്കകത്ത് വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇരുവശവും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളാണ്. പോലീസ് വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് അവിടെ വഴിയൊരുക്കിയത്. നൂറുകണക്കിന് ആളുകളാണ് വീടിൻ്റെ പരിസരത്ത് തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയ നേതാവിനെ അവസാനമായി ഒന്ന് കാണാൻ, ഒരു സെക്കൻഡ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ജനക്കൂട്ടമാണ് അവിടെയുള്ളത്. വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. വലിയ തിരക്കുണ്ട്. പ്രവർത്തകരൊക്കെ പലരും മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തുന്നതിൻ്റെ ഒരു തിരക്ക് കൂടിയുണ്ട്. പലരും വീഡിയോ കോളിലൂടെയൊക്കെ പുറത്തു നിന്നൊക്കെ തങ്ങളുടെ പ്രിയ നേതാവിനെ വീഡിയോ കോളിലൂടെയൊക്കെ അവസാനമായി കാണുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇന്നലെയൊക്കെ ആ കാഴ്ചകൾ കണ്ടാണ്. ഇന്നും അത് തുടരുന്നു. അപ്പോൾ ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് ആണ് അദ്ദേഹവുമായി കുറച്ച് സമയം അവസാനമായി അദ്ദേഹത്തോടൊപ്പം ഇരിക്കാനുള്ളൊരു സമയമാണ്. അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കാര്യമായി പ്രവേശനമുണ്ടാകില്ല. പരമാവധി ആളുകൾ വാർത്ത ശ്രദ്ധിക്കുന്നവർ ദയവായി പരമാവധി അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ആലപ്പുഴ പോലീസ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരാനാണ് CPM നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അവിടെയാണ് കുറച്ചുകൂടി വിപുലമായ രീതിയിൽ പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾക്ക് അദ്ദേഹത്തോട് അല്ലെങ്കിൽ അവസാനമായി അദ്ദേഹത്തിനൊപ്പം ഇരിക്കാനുള്ള കുറച്ച് മിനിറ്റുകൾ മാത്രമാണ്. ഉടനെ തന്നെ ഇവിടുന്ന് DC ഓഫീസിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ക്രമീകരണം? അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ കണ്ടു തീരാൻ തന്നെ കുറച്ച് സമയം എടുക്കില്ലേ? അങ്ങനെ വരുമ്പോൾ സമയം വീണ്ടും നീണ്ടുപോകും അല്ലേ? തീർച്ചയായിട്ടും ദിവിഷ്, നമ്മൾ കാണേണ്ട ഒരു കാര്യം, വിലാപയാത്ര ഇവിടേക്ക് എത്തി ഇപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് നേരം കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ്, കുടുംബാംഗങ്ങൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കും മാത്രമാണ്. കുറച്ച് സ്വകാര്യമായ ചടങ്ങാണ്. പക്ഷേ വിലാപയാത്രയ്ക്ക് ഒപ്പം വന്ന ജനങ്ങൾ മതിൽ ചാടി കടന്നു പോലും ഇപ്പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടു. അവരെ വോളണ്ടിയർമാർ നിയന്ത്രിക്കുകയാണ്. അത്രയും വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ റോഡിൻ്റെ, അതായത് ഇപ്പോൾ ഈ ബസ് നിൽക്കുന്ന ആ റോഡിൻ്റെ അങ്ങേയറ്റം വരെ ജനമാണ്. ജനങ്ങൾക്കുള്ള പൊതുദർശനം ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ വീടിനകത്ത് അവരുടെ VS-ന്റെ പ്രിയതമ വസുമതി മകൾ ആശ, ഇപ്പോൾ ഈ വിലാപയാത്രയുടെ കൂടെയാണ് മകൻ അരുൺകുമാർ വന്നത്. മറ്റു ബന്ധുക്കൾ ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം അന്തിമോപചാരം അർപ്പിക്കണം. ആ മിനിറ്റുകളാണ്. വേലിക്കകത്ത് വീടിൻ്റെ ഉള്ളകത്ത് VS അച്യുതാനന്ദൻ ഭൗതികമായ നിലയിൽ ഉള്ള അവസാനത്തെ 10 മിനിറ്റ് നേരമാണ്. അപ്പോൾ അവിടെ VS-ന്റെ ഭൗതിക ശരീരം ഇപ്പോൾ വീടിനകത്താണ്. ഈ വീടിനെ പൊതിഞ്ഞ് ജനക്കൂട്ടമാണ്. അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. 10 മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും, 10-15 മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കുക. അതിനുള്ള പീഠവും അതുപോലെ പേടകമൊക്കെ തയ്യാറാണ്. അവിടേക്ക് VS-നെ കൊണ്ടുവരും. അതിനുശേഷം ഈ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും കാണാനുള്ള അവസരം ഉണ്ടാകും. അത് അരമണിക്കൂർ കൊണ്ട് തീരാനുള്ള സാധ്യതയില്ല. കാരണം അത്രയും വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. അതുതന്നെ രാവിലെ മുതൽ ഉണ്ടായ വന്ന ജനക്കൂട്ടമാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല വണ്ടികൾക്ക് കിട്ടിയ വണ്ടി പിടിച്ച് വന്നിട്ടുള്ള ആളുകളാണ്. റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പരമാവധി ആളുകൾ മാറൂ. അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട്. 6 വരികളായി നിയന്ത്രിച്ചുകൊണ്ടുള്ള പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട് എന്ന് CPM നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൂടി നിൽക്കുന്ന ആളുകൾ, അവർ VS-നെ കാണാൻ വേണ്ടി 12-14 മണിക്കൂർ നിന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിനുള്ള അവസരം
ഒരുക്കും. അതിനുശേഷമായിരിക്കും ഇവിടുന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്, DC ഓഫീസിലേക്ക് VS-ന്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. അതുവരെ വേലിക്കകത്ത് വീട് ആണ് ശ്രദ്ധാകേന്ദ്രം. വേലിക്കകത്ത് വീട്ടിലേക്കാണ് ഈ മനുഷ്യർ മുഴുവൻ എത്തിക്കൊണ്ടിരുന്നത്. അവർക്കെല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാവും. അതിനുശേഷം നേരത്തെ പറഞ്ഞ യാത്രയായി കൊണ്ടുപോകും. DC ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം ആലപ്പുഴയിലെ റിക്രിയേഷണൽ ഗ്രൗണ്ടിലേക്ക് ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലം എന്നുള്ള നിലയിൽ പൊതുദർശനത്തിനായി മാറ്റും. അതിനുശേഷമാകും വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ.